ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരി അഥവാ ഏത്തക്ക അപ്പം. നമ്മുടെ കേരളത്തിലെ തനി നാടൻ 4 മണി പലഹാരമാണിത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ കഴിയും. അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടവുമാണ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏത്തപ്പഴം 3 എണ്ണം, മൈദപ്പൊടി 1 കപ്പ്, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, എള്ള് 1 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന മൈദപ്പൊടി, അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, എള്ള്, ഉപ്പ്, പഞ്ചസാര, വെള്ളം ഇവയെല്ലാം കൂടി നന്നായി കട്ടിയില്ലാതെ മിക്സ് ചെയ്ത് മാവുണ്ടാക്കുക. ഇതിലോട്ട് ഏലക്കാപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എടുത്തു വച്ചിരിക്കുന്ന ഏത്തപ്പഴം 3 തിൻ സ്ലൈസായി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവിൽ കട്ട് ചെയ്ത ഏത്തപ്പഴം ഇട്ട് ശരിക്കും മുക്കി വയ്ക്കുക. ചൂടായ പാനിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ മാവിൽ മുക്കി വച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആകണം. നമ്മുടെ പഴംപൊരി അഥവാ ഏത്തക്ക അപ്പം റെഡി ആയിട്ടുണ്ട്. പേപ്പർ ടവൽ ഇട്ട പാത്രത്തിലോട്ട് ഇത് കോരിയെടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ഏത്തക്ക അപ്പം അഥവാ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ചൂടോടുകൂടി ചായയുടെ കൂടെ സെർവ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ഓൺ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.